ഹലോ, കണ്ണൂർ കോക്ടെയിൽ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ആദ്യം മീഡിയം വലുപ്പത്തിലുള്ള 4 ക്യാരറ്റ് വൃത്തിയാക്കിയിട്ട് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ക്യാരറ്റ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ക്യാരറ്റിൻ്റെ പകുതിയോളം അളവിൽ നന്നായിട്ട് പഴുത്ത പപ്പായ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കോക്ടെയിൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ആദ്യം പപ്പായ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ബോയിൽ ചെയ്ത് ചൂടാറിയതിനു ശേഷം ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2-3 സ്കൂപ്പ് ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം. 1/2 ലിറ്റർ നല്ല തണുത്ത പാല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത കാഷ്യൂനട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നീളമുള്ള ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.